വെൽക്കം ബാക്ക് ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. നമ്മുടെയൊക്കെ ലൈഫിൽ ശരിക്കും നമുക്ക് എന്താണ് വേണ്ടത്? സക്സസ് എന്നാണോ ഉത്തരം? എങ്കിൽ എന്താണ് സക്സസ്? പലർക്കും ആൻസേഴ്സ് പലതായിരിക്കും. നമുക്ക് സന്തോഷവും സമാധാനവും ലൈഫിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്, അതുപോലെ നമുക്ക് നല്ല സമാധാനത്തോടെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. 1. സ്മൈൽ. ചിരിക്കാനായിട്ട് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. എപ്പോഴും നമ്മൾ നല്ല സന്തോഷത്തോടെ ചിരിച്ചിടപെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് ഒരുപാട് ഹാപ്പി ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു മിററിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കുക. അപ്പോൾ ആ ഒരു സന്തോഷം ആ ഒരു ദിവസം മുഴുവൻ നിലനിർത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാവരോടും ഇടപെടാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ചിരിക്കുമ്പോൾ അവരിലേക്കും നമ്മുടെ സന്തോഷം പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ പാഴാക്കാതിരിക്കുക. 2. നിങ്ങൾ ഹാപ്പി ആയിരിക്കാനായിട്ട് ഡിസൈഡ് ചെയ്യുക. ഒരാൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കണം എന്നത് അവരുടെ ഡിസിഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഇന്നത്തെ ദിവസം ഞാൻ ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ജീവിക്കണോ അതോ ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒക്കെ തലയിൽ വലിച്ചു കയറ്റി വിഷമിച്ച് നടക്കണോ എന്ന്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യുക, ഇന്നത്തെ ദിവസം ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. 3. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരും. ഇപ്പോൾ നമുക്ക് 2 തരത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാം. ഒന്നെങ്കിൽ അയ്യോ എനിക്ക് അതില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ, അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഹാപ്പി ആവാനായിട്ട് പറ്റിയേനെ. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഓർത്ത് വിഷമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് എനിക്കിതൊക്കെ ഉണ്ടല്ലോ എന്ന കാര്യത്തിൽ നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ഒന്നുമില്ലെങ്കിൽ എനിക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ഫുഡ് കിട്ടുന്നുണ്ട്, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി വിഷമിക്കാതെ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്ക് ഡെയിലി നന്ദി പറയുക. 4. പോസിറ്റീവ് സെൽഫ് ടോക്ക്, അതുപോലെ പോസിറ്റീവ് അഫോർമേഷൻസ് ലൈഫിൻ്റെ പാർട്ടാക്കുക. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയണം, നീ വിഷമിക്കേണ്ട, നിന്നെക്കൊണ്ടത് പറ്റും, അല്ലെങ്കിൽ നിനക്കത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്, എല്ലാം ശരിയാവും. ഇങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ നമ്മളോട് പറയുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം നിന്നെക്കൊണ്ടത് പറ്റില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ എനിക്കത് പറ്റുമെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. അതുപോലെ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ രാത്രി കിടക്കുന്ന സമയത്തും പോസിറ്റീവായിട്ടുള്ള അഫോർമേഷൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി നിങ്ങൾ ഇങ്ങനെ ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അഫോർമേഷൻസ് നിങ്ങളോട് തന്നെ പറഞ്ഞു കഴിയുമ്പോൾ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലൈഫിലുണ്ടാവും. 5. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് പറയുമെന്ന് ചിന്തിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളെപ്പറ്റി എന്താണ് പറയാൻ പറ്റാത്തത്? നിങ്ങളൊരു നല്ല കാര്യം ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളൊരു മോശം കാര്യം ചെയ്താലും പറയുന്ന ആളുകൾ എപ്പോഴും നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. പറയുന്നവർ പറയട്ടെ, കുറച്ച് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലാന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർ തന്നെ അത് നിർത്തിയിട്ട് പൊയ്ക്കോളും. ഇനിയിപ്പോൾ അവർ നിർത്തുന്നില്ല, അവർ പറയുകയാണെങ്കിൽ ഓക്കെ പറഞ്ഞോട്ടെ. അത് ഒരിക്കലും നിങ്ങളെ അഫക്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുക. ഒരിക്കലും മറ്റൊരാളെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. 6. ലിവ് ദ മൂമെൻറ്റ്, അതായത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കുക.
ഇപ്പോൾ നിങ്ങൾ ഒരു കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ കഴിക്കുന്ന ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കുട്ടികളുടെ കൂടെ കളിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് അയ്യോ ഇന്നലെ അങ്ങനെ നടന്നല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി, നാളെയെപ്പറ്റി ഇന്നലെയെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നമ്മൾ ആ നിമിഷം ചെയ്യുന്ന കാര്യം എന്തോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് മെഡിറ്റേഷൻ തന്നെയാണ്. നമ്മുടെ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുക. 7ാമതായിട്ട് ഒരു ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുക. രാവിലെ കൃത്യസമയത്ത് തന്നെ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫിൽ ഓരോ കാര്യങ്ങൾക്കും ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഈ ഒരു അരമണിക്കൂർ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ ആ സമയത്ത് അത് മാത്രം ചെയ്യുക. അങ്ങനെ ഒരു ഡേ നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ അനാവശ്യമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. 8ാമതായിട്ട് ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും ശരീരം വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോണായ ഡോപ്പമീൻ, അതുപോലെ സെറാറ്റോണിൻ, ഓക്സിറ്റോക്സിൻ ഇതിൻ്റെയൊക്കെ അളവ് വളരെ കൂടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വണ്ണം കുറയുക എന്നൊരു ഉദ്ദേശം മാത്രമല്ല ഉള്ളത്. വണ്ണം ഉള്ളവരും വണ്ണമില്ലാത്തവരും ആരായാലും ശരി, നിങ്ങൾ ശരീരം വിയർക്കുന്ന രീതിയിലൊന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അപ്പോൾ ഈ 8 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. വളരെ ഹാപ്പിയായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.